ഹായ് ഫ്രണ്ട്സ്, ഐ ആം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ ഇന്ന് നമ്മളൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൊച്ചു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മിണി വലിയ കാര്യമുണ്ട് കേട്ടോ. കാരണം നിങ്ങളെല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. കാരണം നമ്മുടെ സ്കിന്നിനെ എല്ലാ UV റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ക്യാൻസറിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് സൺസ്ക്രീൻ. ഷുവറായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യണം. അതില്ലാതെ നമ്മൾ പുറത്തു പോകാൻ പാടില്ല. ഒന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള 4 ബ്രാൻഡ്സിൻ്റെ സൺസ്ക്രീൻ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണുക. കൊച്ചു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ബട്ട് നമുക്ക് സൺസ്ക്രീനിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. ഈ സൺസ്ക്രീൻ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? UV റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ മേക്കപ്പ് ഒക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വേണം അതിൻ്റെ മുകളിലുള്ള ലൈറ്റഡ് മേക്കപ്പ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്ത് പോയി നമ്മുടെ ഫേസൊക്കെ ടാൻ ആവാനും ഒക്കെ ചാൻസ് ഉണ്ട്. നമ്മുടെ ഫേസ് ശരിക്കും ടാൻ ആവും കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരു കൾച്ചർ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ ആണെങ്കിൽ അവരെപ്പോഴും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. പിന്നെ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മിനിമം ഒരു SPF 30ക്ക് മുകളിലുള്ള SPF 50 തന്നെയുള്ള സൺസ്ക്രീനുകൾ നോക്കി വാങ്ങാൻ ട്രൈ ചെയ്യുക. ചില സൺസ്ക്രീനിൽ PA 1+ ഉണ്ടാവുള്ളൂ, ചിലതിൽ 2 ഉണ്ടാവും, ചിലതിൽ 3 ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ PA+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൺസ്ക്രീൻ നമുക്ക് UVA റേസിൽ നിന്നും എത്രത്തോളം പ്രൊട്ടക്ഷൻ തരും എന്ന് കാണിക്കുന്നതാണ്. ഈ 1+ ഉള്ളെങ്കിൽ കുറച്ച് പ്രൊട്ടക്ഷനാണ് അത് UVA റേസിൽ നിന്ന് തരുന്നത്. ഇനി PA++ ആണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. PA 3+ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി നല്ലൊരു പ്രൊട്ടക്ഷനാണ് നമുക്ക് തരിക. നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ SPF 50ക്ക് മേലുള്ള സൺസ്ക്രീൻ PA+++, 3+ ഉള്ള സൺസ്ക്രീൻ നോക്കി വാങ്ങാം കേട്ടോ. SPF 30 ആണെങ്കിൽ നമുക്ക് 3 മടങ്ങ് പ്രൊട്ടക്ഷനാണ് നമുക്ക് UVA റേസിൽ നിന്ന് തരിക. പിന്നെ SPF 50 ആണെങ്കിൽ നമുക്ക് 5 മടങ്ങ് പ്രൊട്ടക്ഷൻ കിട്ടുവാണ്. അപ്പോൾ ഏറ്റവും നല്ലത് മിനിമം നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഏറ്റവും നല്ലത് SPF 50 ഉള്ള സൺസ്ക്രീൻ തന്നെ നോക്കി വാങ്ങുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ കുറച്ച് സൺസ്ക്രീൻ ബ്രാൻഡ്സ്, എൻ്റെ യൂസേജിൽ എനിക്ക് തോന്നിയ ഏറ്റവും നല്ല ബ്രാൻഡ്സ് ആണെന്ന് തോന്നിയ ചില സൺസ്ക്രീൻ നിങ്ങളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിലൊന്നാമത്തെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡെർമാലോജിക്കയുടെ സൺസ്ക്രീനാണ്. ഡെർമാലോജിക്കയുടെ പ്രൊട്ടക്ഷൻ SPF സ്പോട്ട് എന്ന് പറയുന്ന സൺസ്ക്രീനാണ്. അത് അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ. പ്രൊഫഷണൽ ഗ്രേഡ് സ്കിൻ കെയർ ബൈ ദ ഇൻ്റർനാഷണൽ ഡെർമൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണെങ്കിലും കൊള്ളാം. ഞാനൊരു എക്സ്പെരിമെൻ്റലി പർച്ചേസ് ചെയ്തതാണ്. 3000 രൂപയുടെ സൺസ്ക്രീൻ ഞാൻ കണ്ടു. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായി. അതോടൊപ്പം ഞാൻ എൻ്റെ ക്ലയൻസിനും നല്ല SPF നോക്കിയാണ് എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ കാരണം SPFിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. മേക്കപ്പിലാണെങ്കിൽ നമ്മൾ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണമെങ്കിലും ഓക്സിഡൈസ് ചെയ്ത് പോകാതിരിക്കാനും ഒക്കെ SPF കൂടിയേ തീരുള്ളൂ. സോ SPFിലൊന്നും നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് എന്താണെങ്കിലും അടിപൊളിയാണ്. ഏകദേശം 150 ml ആണ് കേട്ടോ വരുന്നത്. 3000 രൂപയ്ക്ക് വരുന്നത്. അല്ല, കുറച്ച് കൂടുതലാണെന്ന് തോന്നിയാലും ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും, ആ കാര്യം ഷുവറാണ്. പിന്നെ ഇതിന് വലിയ സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് അബ്സോർബായി പോകുന്ന, ഒട്ടും അല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. വൈറ്റ് കളറിലാണ്, പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് ട്രാൻസ്പെറൻ്റ് ആയി സ്കിന്നിലേക്ക് അങ്ങ് അബ്സോർവ് ആയി പോകുന്ന ഒരു നേച്ചറാണ് കേട്ടോ. നല്ലൊരു സൺസ്ക്രീനാണ്. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയാം. അടുത്തായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ന്യൂട്രോജനയുടെ അൾട്രാ ഷീർ സൺബ്ലോക്കാണ്. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ. SPF 50+ ഉണ്ട്, അതുപോലെ തന്നെ PA+++ ഉണ്ട്, 3+ ഉണ്ട്. അൾട്രാ ലൈറ്റ് ക്ലീൻ ഫീൽ, വാട്ടർ റെസിസ്റ്റൻറ്റ്, ഡെർമാലോജിസ്റ്റ് ടെസ്റ്റഡ്. എനിവേ ഇത് നല്ല ഒരു സൺസ്ക്രീനാണ്. വൈറ്റ് കളറാണ് കേട്ടോ വരുന്നത്. ഇതിന് വന്നിട്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സ്റ്റിക്കി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതർവൈസ് ഇത് ഭയങ്കര നല്ലതാണ്. 88 ml ട്യൂബിന് വന്നിട്ട് 650 രൂപയാണ് ഇതിൻ്റെ വില. പക്ഷെ നല്ലതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഏത് വെയിലത്തും പോകാം. ഡെർമാലോജിക്കെ വെച്ച് നോക്കുമ്പോൾ വിലയും വളരെ കുറവാണ്. പക്ഷേ നല്ല സൺസ്ക്രീനാണ്. നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ട്, അത് ഷുവറാണ്. നമ്മൾ അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ഉച്ച വരെ എന്താണെങ്കിലും നിന്നോളും. അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറഞ്ഞ സൺസ്ക്രീൻ ആണെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ച വരെ ആവണ്ട, അതിന് മുമ്പേ അതിൻ്റെ ആ ഒരു എഫക്റ്റ് അങ്ങ് പോകും. ഒന്നുകൂടി ഇടേണ്ട വരും നമ്മൾ സൺസ്ക്രീൻ. എന്നാൽ മാത്രമേ നമുക്ക് UVA പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. പക്ഷേ അത്യാവശ്യം ബ്രാൻഡഡും അത്യാവശ്യം SPFും ഈ പറയുന്ന പോലെ PA++ ഒക്കെ ഉള്ള ഒരു ബ്രാൻഡാണെങ്കിൽ നിങ്ങൾക്കത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അത് നിന്നോളും. ഇനി അടുത്ത് വന്നിട്ട് ജോവീസിൻ്റെ സൺസ്ക്രീനാണ്. ഇത് ഞാൻ ഫുൾ ട്യൂബ് യൂസ് ചെയ്ത് തീർത്ത ഒരു സൺസ്ക്രീനാണ്. ഇതിൻ്റെ ഒരു സ്മെല്ലാണ് അമേസിങ് ആയിട്ടുള്ളത്.
ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര രസമാണ് കേട്ടോ. ഈ സൺസ്ക്രീൻ വന്നിട്ട് 3-in-1 മാറ്റ് ലോഷൻ, പാരബിൻ ഫ്രീ ആണ്. ഇതിനകത്ത് SPF 60 ഉണ്ട്, അതുപോലെ തന്നെ PA+++, 3 പ്ലസ്സും ഉണ്ട്. അപ്പം നല്ല എഫക്റ്റീവായിട്ടുള്ള സൺസ്ക്രീനാണ്. ഇതുവരെ കണ്ട സൺസ്ക്രീൻ എല്ലാം SPF 50 ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇത് 60 ഉണ്ട് കേട്ടോ. നല്ല സൺസ്ക്രീനാണ്. UVA UVB പ്രൊട്ടക്ഷൻ, എയും ബിയും എല്ലാം പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ ഈവൻ ടോൺ സ്കിൻ മോയ്സ്ചർ ബാലൻസ്, ഒരു മോയ്സ്ചർ എഫക്റ്റ് ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എസ്പെഷ്യലി ഫോർ ഡ്രൈ സ്കിൻ ഇത് ബെസ്റ്റാണ്. കുറച്ചൊരു മോയ്സ്ചർ എഫക്റ്റ് ഉണ്ട് ഇതിന്. മോയ്സ്ചർ എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്റ്റിക്കി ആയിട്ട് തോന്നും നമുക്ക്. ഇനി അടുത്തതായിട്ട് ഏറ്റവും അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കിട്ടുന്ന ഒരു സൺസ്ക്രീനാണ് ലാക്മേയുടെ സൺസ്ക്രീൻ. ലാക്മേയുടെ സൺ എക്സ്പേർട്ട് PA SPF 50+++. ഇതിനും 3 പ്ലസ് ഉണ്ട് കേട്ടോ. പിന്നെ അൾട്രാമേറ്റ് ജെല്ലാണ്, ഒരു ജെൽ ഫോമിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ക്വിക്ക് അബ്സോർബ്, നോൺ സ്റ്റിക്കി, ഓൾ സ്കിൻ ടൈപ്സ്, ഡെർമാളജിക്കലി ടെസ്റ്റഡ്. ഓക്കെ, ഓയിലി സ്കിന്നുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ലാക്മേയുടെ സൺസ്ക്രീൻ ആയിരിക്കും. ഇതിൻ്റെ ഒരു ജെൽ ഫോമിലാണ് ഇതിൻ്റെ സൺസ്ക്രീൻ വരുന്നത്. കണ്ടോ, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജെൽ ഫോമിലാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് അബ്സോർബാണ് നടക്കുന്നത്, പെട്ടെന്ന് അങ്ങ് അബ്സോർബായി പോട്ടോ. 100 ml ട്യൂബിന് 254 ആണ് ഇതിൻ്റെ പ്രൈസ്. എന്താണെങ്കിലും വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൺസ്ക്രീൻ ബ്രാൻഡ്സാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ലാസ്റ്റ് കാണിച്ച 3 സൺസ്ക്രീൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന സൺസ്ക്രീനാണ്, ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സൺസ്ക്രീനാണ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് വൈസിൽ എനിക്ക് ഡെർമാളജിക്കാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ സ്മെൽ വൈസിലാണെങ്കിൽ എനിക്ക് ജോവീസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ അഫോർഡബിൾ വൈസിലാണെങ്കിൽ നമുക്ക് ലാക്മേക്ക് തന്നെ ഫസ്റ്റ് മാർക്ക് കൊടുക്കാം. ന്യൂട്രോജനയുടെ ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറാണ്. അപ്പോൾ എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ല 4 ബ്രാൻഡ്സിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2 സൺസ്ക്രീൻ ഡ്രൈ സ്കിന്നിന് നല്ലതാണ്, അതുപോലെ തന്നെ നോർമൽ സ്കിന്നിന് ഈ ഒരു സൺസ്ക്രീൻ വളരെ ബെസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.